യലഹങ്ക ബുൾഡോസർ രാജ് കുടിയൊഴിപ്പിക്കലിനെ ചൊല്ലിയുള്ള വാക്പോരിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇന്ന് ഒരേ വേദി പങ്കിടും. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലാണ് ഇരുവരും പങ്കെടുക്കുക. യലഹങ്ക വിഷയം ഇരു മുഖ്യമന്ത്രിമാരും പ്രസംഗത്തിൽ പരാമർശിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, പങ്കെടുക്കുന്നത് ശിവഗിരിയിലെ ചടങ്ങിലാണ്, ഉദ്ഘാടന ചടങ്ങാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീനാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുകയും അവസാനത്തെ മനുഷ്യന്റെ സങ്കടം പോലും ഒരു പീഡ് എറുമ്പിനും വരുത്തരുതെന്നുള്ള ചിന്തയിൽ ജീവിച്ച മനുഷ്യനാണ്. അവിടെയാണ് യലഹങ്കള്ളിയിൽ കുടിയിറക്കപ്പെട്ട മനുഷ്യരുടെ വാർത്ത കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും പ്രതികരണം വരുന്നതുമൊക്കെ. ഈ സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചൊരു വേദി പങ്കിടുന്നത്. കർണാടകയെക്കുറിച്ചുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ടോ റഹീഷ്? ഉറപ്പായും അരുൺകുമാർ, നിലവിൽ വലിയ രാഷ്ട്രീയ വിവാദമായി അത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു മുഖ്യമന്ത്രിമാരും അതേക്കുറിച്ച് പറയുമോ എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ട്. കാരണം യലഹങ്ക വലിയ വിവാദമാണ് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു കർണാടകയേക്കാൾ വലിയ രാഷ്ട്രീയ വിവാദമായി അത് കേരളത്തിൽ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിനുശേഷം കേരളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള, സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ അവിടെ സംഭവിപ്പിച്ച കാര്യങ്ങൾ പറയിപ്പിക്കാനുള്ള ഒരു സാധ്യത, അത് വിശദമായി പറയുന്നില്ലെങ്കിലും ഒരു വരിയെങ്കിലും അതുമായി പറഞ്ഞു പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അതേക്കുറിച്ച് കർണാടക മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ എന്തെങ്കിലും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനം സിദ്ധരാമയ്യയെ വേദിയിലിരുത്തി പിണറായി വിജയൻ ആവർത്തിക്കുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. 9:30 പരിപാടി. ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത, SNDPയുടെ വെള്ളാപ്പള്ളി നടേശനും ഈ വേദിയിൽ ഇവർക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വെള്ളാപ്പള്ളിയുമായി കൂട്ടുകെട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ CPI അടക്കം ഉയർത്തിയ ഒരു പശ്ചാത്തലം കൂടി ഇന്നത്തെ ആ പശ്ചാത്തലത്തിൽ കൂടി വെള്ളാപ്പള്ളിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് ഒരു കൗതുകമാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും, യലഹങ്കയല്ല നിലവിലെ വിവാദങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് സമീപിക്കുകയും ചെയ്യും. അതുകൂടി അറിയാനുള്ള ഒരു കൗതുകം കൂടി ഇന്നുണ്ട്. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുക. മുഖ്യമന്ത്രിയും സിദ്ധരാമയ്യയും പങ്കെടുക്കുന്ന ചടങ്ങിൽ യലഹങ്കള്ളിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മനുഷ്യരെ കുടിയൊഴിപ്പിക്കുന്നതൊന്നും ഗുരുവിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ലല്ലോ. പിന്നെ ഗുരുവിന്റെ സവിധത്തിൽ രാഷ്ട്രീയത്തിനേക്കാളും അപ്പുറം മാനവികതയ്ക്കാണ് എപ്പോഴും ദർശനമുണ്ടായിരുന്നത്. അതാകട്ടെ വ്യക്തമായൊരു രാഷ്ട്രീയ ദർശനത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു അല്ലേ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ചിന്തയും അല്ലേ, അതല്ലേ മനസ്സിൽ തോന്നേണ്ടത്. അതാണ് സിദ്ധാരണ ഗുരു എപ്പോഴും പറഞ്ഞത്. അതിനേക്കാൾ വലിയ കരുണയും സ്നേഹവും ലോകത്ത് മനുഷ്യർക്ക് പറഞ്ഞുതരാൻ പറ്റൂ. ഒരർത്ഥത്തിൽ ഗുരുവിനെ മനസ്സിലാക്കാതെ പോയതാണ് ഈ ആൾക്കൂട്ടമർദ്ദനവും ഈ കൊലപാതകങ്ങളും ഈ പരസ്പര ദ്വേഷങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ പെരുകാനുള്ള കാരണം. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ളൊരു സോഫ്റ്റ്വെയർ ചിന്തയുടെ പദ്ധതി ഉണ്ടായിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ മനുഷ്യന്റെ പേരാണ് ഗുരു.